ഇന്ത്യയിൽ ടൊയോട്ട കോളേഴ്സ് നിർത്തിയത് എന്തുകൊണ്ട് ഒരുപാട് പേര് ഇത് ടാക്സി ആയിട്ട് ഉപയോഗിക്കാം. ഈ കൂടുതൽ പേര് ടാക്സി ആയിട്ട് ഉപയോഗിച്ചപ്പോൾ ടൊയോട്ട ക്വാളിസ് ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ടാക്സി സ്കീമിലേക്ക് കൂടുതൽ വാഹനങ്ങൾ പോയതുകൊണ്ടൊന്നല്ല. ടൊയോട്ടയുടെ ഗ്ലോബൽ മോഡലായ 1977 ഈ വാഹനം നിർമ്മിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ടൊയോട്ട യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച 3rd ജനറേഷൻ വാഹനമാണ്. ഗ്ലോബലി കിജാങ് എന്ന പേരിലുള്ള വാഹനമാണ് 2000 ടൊയോട്ട ഇവിടെ എത്തിയപ്പോൾ അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതാണ്ട് 25 വർഷത്തോളം കണ്ടിന്യൂസ് ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചു വന്നിരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് അവർ ഗ്ലോബലി സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ വെഹിക്കിൾ ഇറങ്ങുന്നതായിട്ടുള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് നമ്മുടെ ടൊയോട്ട ഇന്നോവ എന്ന് പറയുന്നത്. കോണ്ടൂർ, സ്റ്റാലിൻ, വെഞ്ചർ, സെയ്സ് എന്ന പേരിലൊക്കെ ഈ വാഹനം മറ്റു രാജ്യങ്ങളൊക്കെ അറിയപ്പെട്ടെങ്കിലും ഇതിൻ്റെ ഗ്ലോബൽ നെയിം എന്ന് പറയുന്നത് ടൊയോട്ട കിജാങ് എന്നായിരുന്നു. ഇന്ത്യയിലായിരുന്നു ഇതിൻ്റെ പേര് ടൊയോട്ട ക്വാളിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൾട്ടിപർപ്പസ് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചായിരുന്നു ടൊയോട്ട ക്വാളിസിൻ്റെ വരവും, അല്ലെങ്കിൽ ടൊയോട്ട ഇന്ത്യയിൽ കാലുകുത്തിയതും, അതുപോലെ തന്നെ വിൽപ്പനയും ഫാൻ ബേസും. ടാക്സി സെഗ്മെൻറ്റിലോട്ട് പോകേണ്ട ഇന്ത്യയിൽ മാത്രം ക്വാളിസ് സ്റ്റോപ്പ് ചെയ്തൊന്നുമല്ല ആക്ച്വലി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്.